അങ്ങനെ വിനീത് ശ്രീനിവാസൻ്റെ വർഷങ്ങൾക്ക് ശേഷം വളരെ നല്ല മികച്ചൊരു പടം, ഒരു ഫീൽ ഗുഡ്. പുള്ളി വീണ്ടും വീണ്ടും ഫീൽ ഗുഡുകളുടെ ആശാനാന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചു കൊണ്ടിരിക്കുന്ന ആൾ. നമ്മൾ ഹൃദയം പടത്തിൽ ഒരു എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രണവിനെ നമുക്ക് കാണാൻ പറ്റി. ഇതിൽ അതിനേക്കാൾ മികച്ച രീതിയിലുള്ള ധ്യാൻ ശ്രീനിവാസനെ നമുക്ക് കാണാൻ പറ്റും. ഒരു ആക്ടർ എന്ന നിലയിൽ ആൾ ഒരുപാട് മെച്ചപ്പെട്ടു. ഒരു ക്യാരക്ടറിനെ ബിൽഡ് ചെയ്ത് നിർത്താൻ അയാൾ അടിപൊളിയായിട്ട് അതിനെ സമർത്ഥനായി എന്ന് പറയാം. സിനിമയ്ക്കുള്ളിലെ സിനിമയാണ് പടം ചർച്ച ചെയ്യപ്പെടുന്നത്. അതിൽ ഒരു ഡയറക്ടർക്ക്, ഒരു മ്യൂസിക് കമ്പോസ് ചെയ്യണം മ്യൂസിക് ഡയറക്ടർക്ക് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്, അവരുടെ ഫ്രണ്ട്ഷിപ്പ്, അതൊക്കെയാണ് പടത്തിൻ്റെ മെയിനായിട്ടുള്ള തലങ്ങൾ. അതിൽ രണ്ടാളും, അതുപോലെ ധ്യാനും പ്രണവും, അവരത്ര അടിപൊളിയായിട്ടുള്ളൊരു കോംബോ, അവരുടെ കെമിസ്ട്രീസൊക്കെ നന്നായിട്ട് വർക്കായിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെടാവുന്നൊരു ചെറിയ കാര്യം എന്ന് വെച്ചാൽ ഒരു ചെറിയൊരു ലവ് സ്റ്റോറി, അതൊക്കെ വലിയ കണക്റ്റ് ആയില്ല, എനിക്ക് അത് ഇഷ്ടമായില്ല. ബാക്കി അതൊരു ചെറിയ ബിറ്റ് പോലത്തെ ഒരു പോർഷൻ മാത്രമേ ഉള്ളൂ. പേഴ്സണലി എനിക്ക് അതിനൊരു വലിയ ഇഷ്ടമായില്ല, ആ ഒരു കാര്യം മാത്രം. ബാക്കിയെല്ലാം അടിപൊളിയായിട്ട് പെർഫോമൻസും, അതുപോലെ അജു വർഗീസ് പുള്ളി ഇതിൽ ഡബിൾ റോൾ ആയിട്ടുള്ള പോലെ അങ്ങനെ ഒരു അടിപൊളിയായിട്ടുള്ള പെർഫോമൻസ് പുള്ളി അടിപൊളിയായിട്ട് അത് നൈസായിട്ട് സ്മൂത്ത് പരിപാടിയായിട്ട് ചെയ്തു പോയിട്ടുണ്ട് പുള്ളി. പിന്നെ ആരാളുള്ളത്, പിന്നെ വരുന്നവരെല്ലാവരും നീരജ് മാധവ്, അതുപോലെ ആസിഫ് അലി, അങ്ങനെ ഓരോ ക്യാരക്ടേഴ്സും അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇൻ്റർവ്യൂവിന് ശേഷം പിന്നെ ഒരാളുടെ വരവുണ്ട്, നിവിൻ പോളി. പുള്ളി വന്നിട്ട് പടത്തിനെ കയറ്റുന്ന ഒരു ഹൈപ്പ്, ഒരു രക്ഷയില്ലാത്തൊരു ഹൈപ്പ് ആള്. പിന്നെ ക്ലൈമാക്സ് വരെ പുള്ളിയുടെ ഒരു അഴിഞ്ഞാട്ട പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഒരു മാതിരി വൈബ്രൻ്റ് ആക്കിയ ഒരു ആൾക്കാരനെ. അങ്ങനത്തെ ഒരു അടിപൊളി പെർഫോമൻസ്. ബാക്കി വന്നു പോകുന്ന എല്ലാ കഥാപാത്രങ്ങളും അവരുടെ ഡ്യൂട്ടി കറക്റ്റായിട്ട് ചെയ്തു എന്ന് പറയുന്ന പോലെ എല്ലാവരും അടിപൊളിയായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളൊരു നല്ല പടം, മികച്ച ഒരു ഫീൽ ഗുഡ് തന്നെ, എഗെയിൻ ഒരു ഫീൽ ഗുഡ് പടം. അങ്ങനെ അപ്പോൾ എല്ലാവരും പോയി പടം കാണുക, എന്നിട്ട് അഭിപ്രായങ്ങൾ പറയാം. അപ്പോൾ ഓക്കെ, ബൈ.